തിരുവനന്തപുരത്ത് അച്ഛനെയും മകനെയും ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിയും കൂട്ടാളിയും പിടിയിൽ. തകരപ്പറമ്പ് സ്വദേശി കുട്ടൻ, സുഹൃത്ത് അഖിൽ എന്നിവരാണ് പിടിയിലായത്. പ്രതികളുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സഫാൻ വി പി ശേഖരന്റെ വിശദാംശം നൽകാനായി. സഫാൻ, രണ്ടുപേരെയും ഒടുവിൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കൂടുതൽ പ്രതികൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് നടന്ന ഗുണ്ട ആക്രമണത്തിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. അച്ഛനെയും മകനെയും ആക്രമിച്ച കേസിലാണ് മുഖ്യപ്രതിയും കൂട്ടാളിയും പിടിയിലായത്. തകരപ്പറമ്പ് സ്വദേശി കുട്ടൻ, സുഹൃത്ത് അഖിൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇരുവരുടെയും വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് രണ്ടാമത്തെ പ്രതിയെ പിടികൂടിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയണം. തലസ്ഥാനത്ത് നടന്ന ഞെട്ടിക്കുന്ന സംഭവത്തിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായത്. സഫാൻ വി പിയുടെ വിവരങ്ങൾ നൽകാനായി. സഫാൻ, മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? എപ്പോഴാണ് ഈ പ്രതികൾ രണ്ടുപേരും പിടിയിലാകുന്നത്? എങ്ങനെയാണ്? ഈ കേസിലെ രണ്ടാം പ്രതിയാണ് അഖില്. അഖിലിന് അല്പം മുമ്പാണ് വഞ്ചൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനു മുമ്പ് മുഖ്യപ്രതി ശ്യാംകുമാറിനെ ഉച്ചയോടുകൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ കൂട്ടാളിയായ അഖിലാണ് ഈ രാജേഷിനെ ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുകയും ഒക്കെ ചെയ്തത്. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി 8:30 ഇതിനുശേഷം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. ഈ കേസ് എടുക്കാൻ വൈകിയത് സംബന്ധിച്ച് ഈ പരിക്കേറ്റ അഭിനവിന്റെ അമ്മയടക്കം രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് തുടർ നടപടികൾ വേഗത്തിലാക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത്. ഈ പ്രതികളെ രണ്ടുപേരെയും ഉടൻ വൈദ്യ പരിശോധനക്കടക്കം വിധേയമാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. ഇന്നലെ വൈകുന്നേരം 8:30 +2 വിദ്യാർത്ഥി അഭിനവിനെയും അച്ഛൻ രാജേഷിനെയും ഈ ഗുണ്ടാ സംഘം ആക്രമിക്കുന്നത്. അതിനുശേഷം വീടിന്റെ മുന്നിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത്. പോലീസ് ഗൗരവത്തിൽ തന്നെയാണ് ഇതിന്റെ തുടർ നടപടികൾ കാണുന്നത്. ജീന.